ചലച്ചിത്ര താരം കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് വിവരം. അശ്വതിയുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. അശ്വതി, മലയാള സിനിമയിൽ കഴിഞ്ഞ 20-25 വർഷത്തോളം സജീവമായി തുടരുന്ന താരമാണ് കലാഭവൻ നവാസ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? വിവരങ്ങൾ. അതിന് ചോറ്റാനിക്കരയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ആ ഷൂട്ടിംഗ് കഴിഞ്ഞ ഹോട്ടൽ മുറിയിലേക്ക് പോയ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിന്റെ ഹൃദയാഘാതമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമികമായ നിഗമനം. അദ്ദേഹത്തെ ചോറ്റാനിക്കരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കൂടുതൽ പരിശോധനകൾക്കും ഒരു പക്ഷേ നാളെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും മനസ്സിലാക്കുക. 51 വയസ്സാണ് നവാസിന്. സിനിമയിൽ ഇപ്പോഴും വളരെ സജീവമായിട്ടുള്ള ആളാണ്. 1992 മുതൽ തന്നെ ചലച്ചിത്ര രംഗത്തടക്കം വളരെ സജീവമായിരുന്ന ആള്. മിമിക്രിയിലൂടെയാണ് സിനിമയിലേക്കും ഒക്കെ തന്നെ എത്തുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ, അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ നടനായിരുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു കലാപാരമ്പര്യം ഉള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയും ഒക്കെ അഭിനയ രംഗത്ത് സജീവമാണ്. അങ്ങനെയുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും 51 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ഹൃദയാഘാതമാണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കലാകാരന്മാർ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ അവിടേക്ക് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അഖില. അശ്വതി, ഈ നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാഭവൻ എന്നുള്ള ആ വേദിയിൽ നിന്ന് കലാഭവന്റെ ഒരു കലാഭവൻ നിരവധി താരങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് നവാസ്. മിമിക്രി എന്നുള്ളത് നവാസിനെ സംബന്ധിച്ച്, നവാസിന്റെ കുടുംബത്തെ സംബന്ധിച്ച്, നവാസിന്റെ സഹോദരനും ഒക്കെ കലാകാരനാണ്. ഇത്തരത്തിൽ മിമിക്രിയൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ അച്ഛനും ഒക്കെ. തീർച്ചയായും അഖില, അച്ഛൻ അബൂബക്കറാണ്. നാടകത്തിലും സിനിമയിലും ഒക്കെ വലിയ നടനായിരുന്നു. അങ്ങനെയാണ് നവാസിലേക്ക് ആ പാരമ്പര്യം വരുന്നത്. പിന്നീട് കലാഭവനാണ് ഈ നവാസിന്റെയും ഒപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന കലാകാരന്മാരുടെ എല്ലാം ഒപ്പം നമുക്ക് എല്ലാവരുടെയും അന്നത്തെ പ്രശസ്തരായിട്ടുള്ള കലാഭവനിലെ കലാകാരന്മാരോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. നിരവധി സ്റ്റേജ് ഷോകളും ഒക്കെ തന്നെ കലാഭവന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കലാഭവനിലൂടെ വളർന്നു വന്ന, വടക്കാഞ്ചേരിയിലാണ് വീട് എങ്കിലും കൊച്ചിയിൽ വളർന്ന ഒരു കലാകാരനായിരുന്നു. സിനിമയിലും വളരെ സജീവമായിരുന്നു. 1995 പ്രദർശനത്തിലെത്തിയ ചൈതന്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഹാസ്യരംഗത്ത് ഹാസ്യ കഥാപാത്രങ്ങളായിട്ട് എല്ലാവരുടെയും മലയാളികളുടെ മനസ്സ് നിറച്ച കലാകാരനാണ്. തില്ലാന, മായാജാലം, മാൻഡ്രേക്ക്, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, കസബ, മാട്ടുപ്പെട്ടി മച്ചൻ, അങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം ഹാസ്യ കഥാപാത്രം അവതരിപ്പിക്കുകയും മലയാളി മനസ്സിൽ ശ്രദ്ധേയനാവുകയും ചെയ്ത കലാകാരനാണ്. എന്തായാലും വളരെ പെട്ടെന്നായി പോയി അദ്ദേഹത്തിന്റെ വിയോഗം എന്നതാണ്. അപ്രതീക്ഷിത വിയോഗം. 51 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം എന്നതാണ് പ്രാഥമികമായ നിഗമനം. കൊച്ചിയിൽ തന്നെ വളർന്ന ഒരു കലാകാരനായതുകൊണ്ട് തന്നെ നിരവധി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ കൊച്ചിയിലുണ്ട്. പഴയ മിമിക്രി കലാകാരന്മാരും പിന്നീട് സിനിമയിലേക്ക് വന്ന സിനിമാ രംഗത്തുള്ള പ്രമുഖരും എല്ലാം കൊച്ചിയിലാണുള്ളത്. അവരെല്ലാം തന്നെ അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായിട്ട് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ശരി അശ്വതി.